വികസിത ഭാരത സമ്പർക്ക് എന്ന പേരിൽ ഒരു ഇന്ത്യൻ നമ്പറിൽ നിന്നാണ് ഈ ഒരു സന്ദേശം പലർക്കും ലഭിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഒപ്പോടുകൂടി PDF ഫോർമാറ്റിലാണ് ഈ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളുടെ പേരുൾപ്പെടെ വ്യക്തമാക്കിയാണ് സന്ദേശം. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്, GST നടപ്പാക്കിയത് എന്നിവയും സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനൊപ്പം ആളുകളോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായാണ് കത്ത് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇന്ത്യക്കാർക്ക് പുറമെ പാകിസ്ഥാൻ സ്വദേശികൾ ഉൾപ്പെടെ മറ്റു രാജ്യക്കാരായ ചില ആളുകൾക്കും ഈ സന്ദേശം ലഭിച്ചു എന്നതാണ് കൗതുകകരം. ये इंडिया का मैसेज है, जबकि मेरी नेशनलिटी पाकिस्तान है, तो ये मुझे क्यों रिसीव हुआ है उसके मैंने सोचा ये मैंने उसी टाइम उस नंबर को ब्लॉक कर दिया. लेकिन अभी मुझे पता लगा कि ये कुछ इंडिया गवर्नमेंट का कुछ इसका सर्वे चल रहा है, तो ये मैं आपको दिखाता हूँ. ये पाकिस्तानी नेशनल को ये लोग क्यों भेज रहे हैं इसलिए. പലരും ആദ്യമൊക്കെ വ്യാജ സന്ദേശമാണെന്ന് കരുതി ഒഴിവാക്കിയെങ്കിലും എല്ലാവർക്കും ഒരുപോലെ സന്ദേശം ലഭിച്ച സാഹചര്യത്തിൽ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഫൈക്കെന്ന് വിചാരിച്ചിന്. പക്ഷെ അതിനെ പറ്റിയിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല എന്താന്ന്. എൻ്റെ ഇതൊരു UAE നമ്പറാണ്. എങ്ങനെ മെസ്സേജ് വന്നതെന്ന് എനിക്കറിയില്ല. UAEയിലുള്ളവർക്ക് UAEയിലെ പേഴ്സണൽ മൊബൈൽ നമ്പറിലേക്ക് എങ്ങനെ ഇന്ത്യയിലെ സർക്കാരുമായി ബന്ധപ്പെട്ട സന്ദേശം വന്നു, തങ്ങളുടെ നമ്പറുകൾ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് UAEയിലുള്ള ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്നാണ് ഈ മെസ്സേജ് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്ത്യൻ സർക്കാരിന്റെ നേട്ടങ്ങൾ തന്റെ വാട്സപ്പ് വഴി അറിയാൻ സാധിച്ചതിന്റെ കൗതുകത്തിലാണ് മറ്റു രാജ്യക്കാർ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.